ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഈ അൾത്താരിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലുടനീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സുപ്രഭാതത്തിലെ ദൈവം കേരള മലയാള സഭയെ ഉടമ്പടിയിലേക്ക് എത്തിച്ചേർത്തതല്ല. കേരള സഭയിൽ വളർന്നു വന്ന ഒരാധ്യാത്മികമായ പരുവപ്പെടലിൻ്റെ ഭാഗമായി പൂത്തുലഞ്ഞതാണ് ഈ ഉടമ്പടി. ഉടമ്പടി ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതിനകം തന്നെ അവരുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൽ സംശയിക്കാതെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്തവരെല്ലാവരും തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത തോതനുസരിച്ചുകൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇതിലെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത്, എല്ലാ രാജ്യങ്ങളിലുമുള്ള മലയാളികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾ എടുത്തിട്ടുണ്ടെങ്കിലും ചില സമയത്ത് ചില സാക്ഷ്യങ്ങളിൽ തൃശ്ശൂർക്കാർ മുന്നിൽ നിൽക്കും. നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാനത് വളരെ നിശ്ചിതമായ രീതിയിൽ സാക്ഷ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് പാസ്സാക്കുന്നത്. ചില സാക്ഷ്യങ്ങളിൽ തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ അവർ ഫ്ലാറ്റായിട്ട് വിശ്വസിക്കത്തില്ല. വിശ്വസിക്കുകയാണെങ്കിൽ പകുതി ഒരു കാല് പുറത്തും ഒരു കാലകത്തും അവരിടത്തില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ പോകാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരില്ലേ, പകുതി ഇരിക്കുമല്ല, ഈ അരപ്രൈസിലൊക്കെ ഇരിക്കത്തില്ലേ, പോകാൻ വേണ്ടി ഇരിക്കുന്നവർ. അങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ സാധ്യമല്ല. പോകാൻ വേണ്ടി ഇരിക്കുന്നവർ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കുറവായിരിക്കും, പ്രാർത്ഥനാ ജീവിതം കുറവായിരിക്കും. അവരെപ്പോഴും ഇങ്ങനെ അവർ എടുത്ത നിയോഗത്തെക്കുറിച്ചുള്ള വിറവാദങ്ങളും വിറച്ചുതുള്ളലും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും നിയോഗത്തെക്കുറിച്ച്, അതിന് പാതി ഒരു കാല് പുറത്തും ഒരു കാലകത്തും എന്ന് പറഞ്ഞതിൻ്റെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു നല്ലൊരു 50% വരും. അപ്പം ചിലർ തന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് ഫ്ലാറ്റായിട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. ഇനി ചിലർ വല്ലാത്ത രീതിയിൽ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ വിശ്വാസം പക്ക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. മുമ്പും പുറകും നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യും. ഒക്കുവോ കിട്ടുമോ കിട്ടത്തില്ലേ അങ്ങനെ ഒന്നും നോക്കാതെ ദൈവത്തെ വളരെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾ പഠിച്ചിരിക്കുന്ന തിയോളജിയാണ്. ശരിക്കും പഠിക്കേണ്ടത്, തിയോളജിയോടൊപ്പം പഠിക്കേണ്ടത് ഒരു ഡിവൈൻ എൻജിനീയറിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഉണ്ടാകും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവമായിട്ട് എങ്ങനെയാണ് ഒരാൾ വ്യത്യസ്തമായ കാലാവസ്ഥയിൽ ദൈവമായിട്ട് കൊണ്ടും കൊടുത്തും പോകേണ്ടത് എങ്ങനെയെന്ന്, അതൊരു എൻജിനീയറിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ തൻ്റെ ഭക്തൻ അല്ലെങ്കിൽ തൻ്റെ പങ്കാളി, ഇപ്പോൾ ഉടമ്പടിയിൽ ഭക്തനില്ലല്ലോ, പങ്കാളിയല്ലേ ഉള്ളത്. അപ്പം തൻ്റെ പങ്കാളി നീറ്റാണെങ്കിൽ, നീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സത്യസന്ധമായിട്ടാണ് ഇതിൻ്റെ തൻ്റെ പങ്കാളി ഉടമ്പടിയിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിനുള്ള ഒരു നേട്ടമെന്ന് പറയണത് ദൈവം ഉദ്ദേശിക്കുന്നതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളെ രക്ഷിക്കാനുള്ള ഒത്തിരി മാർഗങ്ങൾ, നമ്മൾ ഏത് അവസ്ഥയിൽ കിടന്നാലും നമ്മളെ ആ അവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിൽ ഗൈഡ് ചെയ്യാനുള്ള ഒത്തിരി ഫെസിലിറ്റേഷൻസ് ആണ് ദൈവത്തിനുള്ളത്. നമ്മൾ ഏത് രീതിയിലുള്ള ജീവിതാവസ്ഥയിലാണ് ചെന്ന് പെട്ടിരിക്കണമെന്നുണ്ടെങ്കിലും അവിടുന്നെല്ലാം നമ്മൾക്ക് പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് തന്നുകൊണ്ട് നമ്മളെ പെർട്ടിക്കുലർ ഗൈഡൻസ് നടത്താൻ ദൈവത്തിന് പറ്റും. പക്ഷേ ദൈവം ഇത് ചില ആൾക്കാർക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം അവരിതുപോലെ നിൽക്കാം പോണേ പോകാമെന്നും പറഞ്ഞ് പകുതി ഒരു കാലകത്തും ഒരു കാലം പുറത്ത് വിട്ട് ഉടമ്പടി ചെയ്യുന്നത് കൊണ്ടാണ് അവർക്കങ്ങനെ വന്നത്. അപ്പം ഞാനെപ്പോഴും നിങ്ങളെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങളെപ്പോഴും ശാസിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ, നിങ്ങളെ സൂചിപ്പിക്കുകയൊന്നും ചെയ്യത്തില്ല. സാധാരണഗതിയിൽ ശാസിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം നമ്മൾക്കിവിടെ കസ്റ്റമർ കെയർ ഇല്ല. ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഇപ്പോൾ ബാങ്കുകാരൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ബാങ്കിൽ ഇവിടെ എല്ലാം ബാങ്കിലൊക്കെ പോണത് ഇവിടുത്തെ ആൾക്കാരാണ് പോണത്, ഞാൻ പോകത്തില്ല. പക്ഷെ പണ്ടൊക്കെ ഞാൻ എൻ്റെ ഇടവകയിരിക്കുമ്പോഴൊക്കെ ഇടവകക്കാരത്തിന് ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ നമുക്ക് ചായയൊക്കെ തരും. ആദ്യം മേടിച്ച് കുടിച്ചായിരുന്നു, പിന്നീട് എൻ്റെ അത് തട്ടിപ്പ് മനസ്സിലായത്. അത് നമ്മൾ പൈസ ഇടാൻ ചെല്ലുമ്പോഴേ ചായ തരത്തുള്ളൂ, പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ അപ്പം അത് ചുമ്മായാണത്. ശരിക്കും പറഞ്ഞാൽ അതൊരു കസ്റ്റമർ കെയറാണ്, ബിസിനസ് പോകാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. നിങ്ങൾ അങ്ങനെ ആരെയും പ്രത്യേകിച്ച് കെയർ ചെയ്യുന്നില്ലല്ല, നോബഡി ആരെയും കെയർ ചെയ്യത്തില്ല. ചില ബ്രദർമാർ അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ആൾക്കാരെ പാമ്പർ ചെയ്യും. അപ്പം തന്നെ നിങ്ങളെ ഏതെങ്കിലും ഒരു ബ്രദർ ഇവിടെ ഉള്ളത് നിങ്ങളോട് പ്രത്യേക താല്പര്യം കാണിച്ചാൽ നിങ്ങളോടുള്ള താല്പര്യം കാണിക്കണതെന്ന് ഓർത്തേക്കണം. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട്. ഞാനിങ്ങനെയുള്ളവരെയൊക്കെ, അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഞാൻ വണ്ണായിട്ട് പെരുക്കി കളഞ്ഞ്. എന്താ കാര്യം, ഇവിടെ നമ്മൾ ആരെയും കെയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെയും അങ്ങനെ ആവശ്യമില്ലാതെ അവർക്ക് അറിയാൻ പാടില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പേഴ്സണൽ ഇൻട്രസ്റ്റ് നിങ്ങളോട് കാണിച്ചാൽ അവർക്ക് ഹീസ് നോട്ട് എ ബ്രദർ, അയാളുടെ ഒരു ചതിയനാണെന്ന് അപ്പം തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളോട് ആരെങ്കിലും ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കാണിച്ചാൽ, കാര്യം ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നോ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്നാണ്. നമുക്ക് കസ്റ്റമർ കെയർ ഇല്ല, നമുക്ക് എന്ത് കെയറാണ് ഉള്ളത്? കവനൻ്റ് കെയറാണ് ഉള്ളത്. അതാണ് വ്യത്യാസം. കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല, പക്ഷെ കസ്റ്റമർ കവനൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കവനൻ്റ് കെയർ ചെയ്യും. കാര്യം കവനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി. അത് സത്യമായൊരു കാര്യമാണ്. ഞങ്ങളെ എന്തുമാത്രം ദൈവം സ്നേഹിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു രഹസ്യം ഏൽപ്പിച്ചത് നിങ്ങൾക്കറിയാമല്ലേ? എന്തുമാത്രം ദൈവം. അപ്പം ഞാനും ഇപ്പം അച്ഛനായിട്ട് 40 കൊല്ലമായി. വന്ന വഴികളിലെല്ലാം സത്യസന്ധമായി തന്നെയാണ് വന്നത്. സത്യസന്ധമായി എന്ന് വെച്ചാൽ ദൈവത്തെ കൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കണം. ദൈവത്തിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് പൊറുപ്പിച്ചിട്ടില്ല. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. ദൈവത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വിഷയം ദൈവഹിതമല്ലെങ്കിൽ ദൈവഹിതം മാത്രം, അത് നെഗറ്റീവ് ആയാലും ദൈവഹിതം മാത്രം നിറവേറിയാൽ മതിയെന്നാണ്. അതൊരു നിലപാടാണ്. ഈ പരിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ആദ്യമായി അമ്മ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. അതുപോലെ സാക്ഷ്യം പറയാൻ വൈകിയതിന് മാപ്പും പറയുന്നു. എൻ്റെ പേര് ദീപ ബിൻസൺ. ഇത് എൻ്റെ മകൻ ആൽഡ്രിൻ. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 10-ാം തീയതിയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2-ാം തീയതി എൻ്റെ മകനെ വയറുവേദനയെ തുടർന്ന്
ലക്ഷോർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുകയും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ സംശയത്തെ തുടർന്ന് CT സ്കാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവൻ്റെ വലതുവശത്തെ കിഡ്നി ട്യൂബ് ബ്ലോക്കാണെന്നും വലതുവശത്തെ കിഡ്നി വർക്ക് ചെയ്യണില്ലെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത് സ്റ്റണ്ട് ഇട്ടതിന് ശേഷം DTPA ചെയ്ത് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അത് 15% മുകളിൽ വർക്കിംഗ് ആണെങ്കിൽ മാത്രം അത് പൈലോപ്ലാസ്റ്റ് ചെയ്ത് ശരിയാക്കാമെന്നാണ് പറഞ്ഞത്. 15% വർക്കിംഗ് ഇല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരുമെന്നാണ്, വലതുവശത്തെ കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് ഞങ്ങൾ വളരെ പ്രയാസത്തോടെ ഫെബ്രുവരി 9 കൃപാസനത്തിൽ വരികയും ഉടമ്പടി പുതുക്കി ഇവിടെ അച്ഛനെ കണ്ട് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ ചെന്ന് ഞാനും മകനും അവൻ്റെ പപ്പയും ചേർന്ന് രാവിലെയും വൈകിട്ടും മുട്ടിപ്പായി ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി DTPA ടെസ്റ്റ് നടത്തിയപ്പോൾ 25% മുകളിൽ വർക്കിംഗ് ആണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അതിനുശേഷം പൈലോപ്ലാസ്റ്റ് ചെയ്ത് ബ്ലോക്ക് മാറ്റുകയും ഇവന് യാതൊരുവിധ കുഴപ്പവുമില്ലെന്നും കിഡ്നി പൂർണ്ണമായും വർക്കിംഗ് ആയെന്നും പറയുകയുണ്ടായി. ഇത് മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് നടന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് ചികിത്സയ്ക്ക് വേണ്ടി ഒത്തിരി പൈസയുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ സഹായിക്കുകയും ഞങ്ങൾക്ക് നിലഭൂമിയായിട്ട് പോലും ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ലോൺ പാസ്സാക്കി കിട്ടുകയും ചെയ്തു. ഇതും മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് അനാഥർക്ക് ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിതരണം നടത്തി എൻ്റെ മകൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞ് പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ ചെന്ന് കുർബാന കൂടുകയും കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട്. പ്രാർത്ഥനയും മുടക്കാറില്ലായിരുന്നു. ഇതിലൂടെ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വളരുവാനും പൂർണ്ണമായി മാതാവിനെ വിശ്വസിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇതിനെല്ലാം മാതാവിനും ഈശോകുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽഡ്രിൻ. ഞാൻ കുമ്പളത്തുനിന്ന് ആണ് വന്നത്. അപ്പോൾ എനിക്കിതേപോലെ എൻ്റെ മമ്മി പറഞ്ഞ പോലെ എനിക്ക് കിഡ്നിക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ജനറ്റിക്കലായിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ വയറുവേദന വരുമായിരുന്നു. അപ്പോഴത്തേക്കും ആ സമയത്തൊക്കെ നമ്മൾ ഗ്യാസ് കയറിയാണ് ഇതിൽ വിടുമായിരുന്നല്ല. വെറുതെ ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേദന തുടങ്ങി. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തോളം ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഗ്യാസിൻ്റെ ആയിരിക്കും കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ ലക്ഷോറിൽ ചെന്നിട്ട് കാണിക്കണത്. ലക്ഷോറിൽ ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞ് ഈ CT സ്കാൻ എടുക്കണം, എൻഡോസ്കോപ്പി. ഞാൻ അന്നാണ് അറിയണം ഇങ്ങനത്തെ സ്കാനിങ് ഉണ്ടെന്ന് തന്നെ അറിയണത് അന്ന്. അപ്പോഴത്തേക്കും എന്നെക്കൊണ്ട് ഇതെല്ലാം സ്കാനിങ്ങും ചെയ്യിപ്പിച്ച്. സ്കാനിങ് ചെയ്യിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് നിൻ്റെ റൈറ്റ് സൈഡിലെ കിഡ്നി ഇങ്ങനെ ഇതായിരിക്കണേണ്. ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് തന്നെ അറിഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് മനസ്സിലാകണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് രാത്രി പിറ്റേ ദിവസം എനിക്കൊട്ടും അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഉറങ്ങാൻ പറ്റാണ്ടായ ദിവസം തന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ എഴുന്നേറ്റ് കുത്തി നടക്കുകയാണ്. എനിക്കാണെങ്കിൽ ആരോടൊന്നും പറയാനും പറ്റണില്ല. മൊത്തത്തിൽ എല്ലാം തകർന്നൊരവസ്ഥ. കിഡ്നി പോയി എന്നൊക്കെ കേട്ടിട്ട് എനിക്ക് പറ്റണില്ലായിരുന്നു. അന്ന് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് നീ പേടിക്കുകയൊന്നും വേണ്ട. മമ്മി പറഞ്ഞു നീ പേടിക്കുകയൊന്നും വേണ്ട, നീ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാം തീരുമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ കരച്ചിലൊക്കെ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് പറഞ്ഞ് എല്ലാം മാറും, പ്രശ്നമൊന്നുമില്ല, എന്താണ് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ് മമ്മി എല്ലാം കണ്ട്
മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇവിടെ വരാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ മമ്മി നേരത്തെ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന വെച്ചായിരുന്നു. അപ്പം ഞാൻ മമ്മീനോട് പറയും, മമ്മിക്കൊന്നും വേറെ പണിയില്ല എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ഞാൻ ഇങ്ങനെ പറയും. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആരെങ്കിലും മറ്റേ തോമാസ് ലിയാനെ പോലെയാണ്, തൊട്ടറിയണം, എന്നാലും മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുള്ളൂ. മനുഷ്യരായ അങ്ങനെയാണ്, എല്ലാം എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ പഠിക്കും, ഇങ്ങനെയാണെന്ന് പഠിക്കുള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് അന്നും എനിക്കും ഇവിടെ വന്നിട്ട് എനിക്ക് ഇതില്ല. ഞാൻ പറയണത് ശരിയാവാനൊന്നും പോകണമെന്നില്ല, ഇതെങ്ങനെ ശരിയാവാനാണെന്ന് ഞാൻ അപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പം എന്നോട് മമ്മി പറഞ്ഞ്, ഇല്ലടാ എല്ലാം ശരിയാവും, അച്ഛനെ കണ്ടാൽ മതി, എല്ലാം ശരിയാവട്ടാന്ന് പറഞ്ഞ്. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച്, ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോണ ടീമായിരുന്നു ഞാൻ. എന്നിട്ട് ഇത് അറിഞ്ഞോടെ എനിക്കെന്താണെന്നറിയാൻ പാടില്ല, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി തുടങ്ങി. ഒരു 3 മാസത്തോളം പള്ളിയിലോട് പള്ളി. എല്ലാ ദിവസവും നാട്ടുകാർ ചോദിച്ചു തുടങ്ങി, നീ എന്താണ് ഫുൾ ടൈം പള്ളിയിലാണുള്ളതെന്ന്. ഞാനിങ്ങനെ പള്ളിയിലോട് രാവിലെ പള്ളിയിൽ പോകുന്നു, എല്ലാം രാത്രി പ്രാർത്ഥന വരുന്നു, എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. മമ്മി നേരത്തെ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. മമ്മി എന്തൊക്കെ ഇരുന്ന് പറയണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ലേ. ഇപ്പം പോലും ഞാൻ ഇവിടെ ഇരുന്ന് പേടിച്ച, എന്നോട് അച്ഛൻ പറഞ്ഞ് നീ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം, എനിക്ക് എങ്ങനെ പറയണത്, പക്ഷെ ഞാനിതൊക്കെ എങ്ങനെ പറയണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ്, എടാ എല്ലാം ശരിയാവും, നീ പേടിക്കാനൊന്നും വേണ്ട. ഞാൻ അന്ന് ഇവിടെ വെച്ച് ഒരു ചേച്ചീനെ കണ്ടായിരുന്നു. ആ ചേച്ചിനെ എനിക്ക് അറിയത്തോലുമില്ല. ആ ചേച്ചി എന്നിട്ട് എന്നോട് പറഞ്ഞ്, എടാ എല്ലാം ശരിയാവും, നീ പേടിക്കുകയൊന്നും വേണ്ട, നിൻ്റെ ഇതെല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് ആരാന്ന് പോലും അറിയില്ല ആ ചേച്ചി എന്നിട്ട് എന്നോട് പറഞ്ഞ്, എന്താണ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അന്ന് ആ ദിവസം ആ ചേച്ചിനെ വിളിച്ചില്ല, എനിക്ക് അതിനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ചത്തിരിക്കണ ഒരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് 3 മാസം കറക്റ്റായിട്ട് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത്. ഞാൻ പക്ഷേ പത്രമൊന്നും കൊടുക്കാൻ പോയിട്ടില്ല, അതെല്ലാം എൻ്റെ മമ്മിയാണ് ചെയ്തേക്കണത്, എല്ലാം എൻ്റെ മമ്മിയാണ് ഞാൻ ചെയ്തേക്കണത്. എനിക്ക് അതിനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ടൈം ഒന്നില്ലെങ്കിൽ ഫുൾ ടൈം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നല്ല രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. രാവിലെ കറക്റ്റായിട്ട് എഴുന്നേക്കും. 10 മണിക്ക് എഴുന്നേറ്റ് തന്നെ ഞാൻ 5:30 എഴുന്നേറ്റ് തുടങ്ങിയാന്ന് പോലെ 5:30 എഴുന്നേറ്റ് തുടങ്ങി പ്രാർത്ഥിച്ച് എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അന്ന് ചെയ്ത് അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ്, ഇനി DTP എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അപ്പോഴത്തേക്കും അത് ചെയ്തപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു തുടങ്ങി, ചിലപ്പോൾ റെഡിയാവും, പ്രാർത്ഥിച്ചാൽ ഇത്രയും പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ച് കിട്ടണുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടിയ എന്താണെന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ ലാസ്റ്റ് ഞാൻ അവിടെ ചെന്ന് ടെൻഷൻ അടിച്ചാണ് ഇരിക്കണത്. അത് കഴിഞ്ഞിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞ്, നിനക്ക് 15% കാണിക്കണം, അല്ലെങ്കിൽ നിൻ്റെ റൈറ്റ് സൈഡിലെ കിഡ്നി എടുത്ത് കളയണം. ഡോക്ടർ ഇതൊക്കെ സിമ്പിളായിട്ട് പറയണം, എൻ്റെ കിഡ്നിയാണ് അത് വേറെ കാര്യം. ഡോക്ടർ എല്ലാം സിമ്പിളായിട്ട് പറയണം, അത് ഒരു കിഡ്നിയല്ലേ, അത് നിനക്ക് ഒരു കിഡ്നി ഉണ്ടെങ്കിൽ ജീവിക്കുക. എനിക്കും അതേ പറ്റൂല. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് 2 കിഡ്നിയും വേണം, അല്ലാണ്ട് ഞാൻ നിൽക്കത്തില്ലെന്ന് പറഞ്ഞു വിടാം. അപ്പോഴത്തേക്കും ആ കറക്റ്റ് ആ സമയം ആ 1 മണിക്കൂർ ടെൻഷൻ അടിച്ചില്ലേ, ഇല്ലാണ്ടായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ്, എടാ ഇനി നിനക്ക് പേടിക്കാനൊന്നുമില്ല, 25% ഉണ്ട് നിൻ്റെ കിഡ്നിയുടെ ഇത്. 15% ഞാൻ ഉദ്ദേശിച്ചത് ഒരു 15%-എങ്കിലാണ്, പക്ഷെ നിനക്ക് 25%-ഓളം ഇത് ഉണ്ടെന്ന് പറഞ്ഞ്. ഇത്രയൊക്കെ പറഞ്ഞ അതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം സത്യം പറഞ്ഞാൽ. എനിക്കിപ്പോൾ പോലും ഇത് ഞാനെങ്ങനെ പറയണതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അച്ഛൻ എന്നെ ഇവിടെ ഇരുന്നിട്ടില്ല, കളിയാക്കണായിരുന്നു, ഇത്രയായിരുന്നു, നീ ഇങ്ങനെയാണ് ഇത് പറയാൻ പോണെന്ന് പറഞ്ഞ്. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, മാതാവിൻ്റെ അനുഗ്രഹം എല്ലാം നല്ലപോലെ. ഇപ്പം എനിക്ക് 1 വർഷമായി കറക്റ്റ്, ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എല്ലാത്തിനും നന്ദി. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്ക് കിട്ടിയ നന്മകളെയും സാക്ഷ്യങ്ങളാക്കി ഇവിടെ ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് സ്നേഹ പി തോമസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 20 ഇതെൻ്റെ മമ്മിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം, ഒരു നന്മയെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ നിൽക്കുന്നത്. എൻ്റെ മമ്മി ഈ വർഷം മാർച്ച് മാസം ഒരു അബ്ഡോമിനൽ സ്കാൻ, ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും
അതിൽ ഞാൻ ആ സമയത്ത് ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ പാസ്സായി. ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു, സ്റ്റേ ആയിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി അവിടെ സ്കാൻ ചെയ്യുകയും അവിടെ മമ്മിക്ക് പലതര വിഷയങ്ങളും അബ്ഡോമിനിൽ ഉണ്ടെന്ന് പറയും, ഫാറ്റി ലിവർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയും, പക്ഷേ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു സങ്കടമാണ് അന്നുണ്ടായത്. അതായത് മമ്മിയുടെ സെർവിക്സ് റീജിയണിൽ ഒരു ചെറിയ സിസ്റ്റ് ലേഷൻ ഉണ്ടെന്ന് അവിടെ അന്ന് പറയുകയും ചെയ്തു. അന്ന് ഡോക്ടർ മമ്മിയോട് ജസ്റ്റ് ആ ഒരു പാപ്സ്മിയർ ടെസ്റ്റ് എടുത്തപ്പോൾ മമ്മി ചോദിച്ചു, എന്താണ് ഇതിപ്പോൾ എടുക്കാൻ കാര്യം? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജസ്റ്റ് ചുമ്മാ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ റിസൾട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 1 month കഴിഞ്ഞ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് മമ്മി അത്ര കാര്യമാക്കി എടുത്തില്ല. മമ്മി അതെനിക്ക് വാട്സപ്പ് ചെയ്ത് തരികയും അന്ന് എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആകെപ്പാടെ ഞാൻ അതിൻ്റെ ടെൻഷനിൽ നിൽക്കുമ്പോൾ മമ്മി എനിക്കിത് അയച്ചു തരികയും ഞാൻ ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാണുകയും ചെയ്തു. ആ സമയത്ത് നമുക്കറിയാം, നമ്മളൊരു മെഡിക്കൽ ഫീൽഡിൽ നടന്നു പോകുമ്പോൾ ഒരു പാപ്സ്മിയർ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിയുമ്പം എന്തിനായിരിക്കും, അതിലൊരു ക്യാൻസറിൻ്റെ ഒരു സിസ്റ്റ് ആണെന്ന് അവർക്കൊരു തോന്നലുണ്ടായിട്ടായിരിക്കാം അത് അങ്ങനെ മമ്മിക്കൊരു പാപ്സ്മിയർ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞ് ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി അവരെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എനിക്ക് ആകെപ്പാട് സങ്കടം വന്നിട്ട് ഞാൻ ആദ്യം നോക്കിയത് എൻ്റെ അമ്മമാതാവിനെയായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് അമ്മമാതാവിനോട് എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഞാൻ ആകെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത് മമ്മിക്ക് ഫാറ്റി ലിവർ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റിസൾട്ട് വരുന്നിടം വരെ ഞാനിത് ആരോടും പറയില്ല. അമ്മമാതാവിനോട് ഞാൻ പറയും, അത് കഴിഞ്ഞ് മമ്മിയോട് പറഞ്ഞ് ഞാൻ അമ്മമാതാവിന് ഇവിടെ വന്ന് സാക്ഷീകരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ വീട്ടുകാർക്കോ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മമാതാവിന് കൂടുതലായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അത് നെഗറ്റീവാക്കി എനിക്ക് കാണണം, വേറെ ഒന്നും എനിക്ക് കാണണ്ട. എൻ്റെ മമ്മി ഒരു രോഗിയായിട്ട് കാണാനോ അങ്ങനെ ഒരു സിസ്റ്റോ ക്യാൻസറോ ഒന്നുമായിട്ട് കാണാനോ എനിക്ക് സാധിക്കില്ല അമ്മമാതാവേ, എനിക്ക് അതിന് കഴിയുകയില്ല. അമ്മമാതാവ് തന്നെ അത് നെഗറ്റീവാക്കി അമ്മയുടെ പ്രതീക്ഷയനുസരിച്ച് സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്നും അമ്മയുടെ മുന്നിൽ വന്നത് ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ എനിക്ക് കഴിയണമെന്നും ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഏപ്രിൽ 23 ഞാനിവിടെ വന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു, അടുത്ത വട്ടം ഞാൻ വരുമ്പോൾ എൻ്റെ മമ്മിയും കൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ സാക്ഷ്യം പറയണം, എൻ്റെ മമ്മിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം. ആദ്യം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, റിസൾട്ടും കാര്യങ്ങളും ആയോ? റിസൾട്ട് ആയിട്ടില്ല. ഏപ്രിൽ 23 ഞങ്ങളിവിടെ വീണ്ടും വരികയും ഞാനും എൻ്റെ കൂട്ടുകാരും ഒന്നിച്ചാണ് വന്നത്. ആ ഉടമ്പടിയിൽ എടുത്തപ്പോൾ മമ്മിയുടെ കാര്യം ഞാൻ എടുത്ത് എഴുതുകയും ചെയ്തു. അതെനിക്ക് നെഗറ്റീവായി കാണണം, മമ്മിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഉടമ്പടി എടുത്ത് ഏപ്രിൽ 30 ഞാൻ നോക്കുകയും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായി എന്നെനിക്ക് കാണാനും സാധിച്ചു. അതെനിക്ക് ഒരുക്കി തന്ന എൻ്റെ അമ്മമാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അടുത്തതായി എനിക്ക് 4th ഇയറിൻ്റെ എക്സാം, ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് 4th ഇയറിൻ്റെ എക്സാം നല്ല പാടായിരുന്നു. അത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയും ഭയങ്കര ടെൻഷന് കാര്യങ്ങൾ, അവസാനത്തെ വർഷം ഗ്രാജുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് പഠിച്ചിറങ്ങി നമ്മൾ പാസ്സായി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു എക്സാമിൽ എൻഡിൽ വന്ന് നിൽക്കുക. ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഞാനും എൻ്റെ കൂട്ടുകാരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എക്സാമിൻ്റെ സമയമായി. മാതാവിൻ്റെ ഈ കാശ് രൂപം പിടിച്ചോട് മാത്രമേ ഇതുവരെ എഴുതിയിട്ടുള്ള ഏത് എക്സാമിനും ഞാൻ പോകത്തുള്ളായിരുന്നു. ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ ഉപ്പും എടുത്ത് ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ അമ്മമാതാവിനോട് പറയും, എൻ്റെ കൂടെ കയറണം. അമ്മമാതാവ് എൻ്റെ എക്സാം ഹാളിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, അമ്മമാതാവ് യേശു ഉണ്ടായിരിക്കണം, അടുത്ത് വന്ന് തന്നെ നിന്ന് അമ്മമാതാവ് എനിക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഞാനല്ല എഴുതുന്നത്, അമ്മമാതാവ് എൻ്റെ കൈ പിടിച്ച് തന്നെ അത് എഴുതിപ്പിക്കണം. എന്നാൽ മാത്രമേ ഞാനിതിൽ ജയിക്കുകയുള്ളൂ. എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, അങ്ങ് അവിടുന്ന് തന്ന ഉത്തരങ്ങൾ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഉറക്കെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറുമ്പോൾ അമ്മമാതാവിനെ കൈ പിടിച്ചുകൊണ്ട് കയറും. അവിടെ ചെന്ന് ഇരുന്ന് ഞാൻ അവിടെ ഉപ്പ് വിതറി എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻസും കാണുമ്പോഴും എനിക്കറിയാവുന്നത് ഞാൻ സ്ക്രീനിൽ എഴുതി തീർക്കുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ കൈ പിടിച്ചെഴുതുന്നത് എൻ്റെ അമ്മമാതാവ്, എൻ്റെ യേശുവാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതെന്നുള്ളത്. ആ സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോഴും ഞാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും കൃപ നിറഞ്ഞ മറിയുമ്പോൾ ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അതെല്ലാം അറ്റൻഡ് ചെയ്ത് OBG എക്സാം, അതായത് ഒരു ഗൈനക്കോളജി സബ്ജക്റ്റാണ്, അത് എനിക്ക് ഇച്ചിരി ടഫായിട്ട് തന്നെയാണ് നിന്നത്.
അപ്പോൾ ഞാൻ എഴുതി, കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എഴുതി ഞാൻ വെളിയിൽ വന്നപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല എന്നെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ എൻ്റെ മമ്മിയെ വിളിച്ചു, കാര്യം പറഞ്ഞു. എനിക്ക് ആകെപ്പാടെ വിഷമമായി. കാരണം ഒരു 2 മാർക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫെയിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ. മമ്മി പറഞ്ഞു നീ പേടിക്കണ്ട, പപ്പായും പറഞ്ഞു നീ പേടിക്കണ്ട, അമ്മ അതവനെ മുറുക്കെ പിടിക്കുക, പാസ്സാകും, കുഴപ്പമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ മുറുക്കെ പിടിച്ചത് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മെയ് മാസം 8-ാം തീയതി എൻ്റെ റിസൾട്ട് വരികയും ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ അതിന് പാസ്സാകുകയും ചെയ്തു. അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണത്. അന്നും ഞാൻ പ്രാർത്ഥിച്ചത് ഇതുപോലെ വന്നു നിന്ന് ഇവിടുന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് കഴിയണമേ എന്നായിരുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പത്രം ഞാൻ മേടിക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയേഴ്സിനും ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ തെലുങ്കു കുട്ടികളുണ്ട്. അപ്പോൾ ഇതെല്ലാവരുടെ കയ്യിലും മാതാവിൻ്റെ ഫോട്ടോയും ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്കാകെ ഒരു ഡൗട്ടാണ്, ഇതെന്താണ്, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നതെന്നുള്ളത്. അന്ന് അറിയുന്ന രീതിയിൽ അവരോടെല്ലാവരോടും ഇത് കൃപാസനം എന്ന് പറഞ്ഞ മാതാവാണ്, ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, നിരവധി സാക്ഷ്യങ്ങളും കാര്യങ്ങളും മാതാവ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുമെന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. ഭാരപ്പെട്ടിരിക്കുന്ന കുറേ കുട്ടികളെ കാണുമ്പോഴും ഞാൻ പറയും, നീ കൃപാസനത്തിൽ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് എക്സാം എഴുത്, പാസ്സാകും, മാതാവ് അവിടെ നിന്ന് കാക്കും എന്ന് തന്നെ ഞാൻ ഉറച്ചു പറയുമായിരുന്നു. പിന്നെ എൻ്റെ ആത്മീയ വളർച്ച എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏറ്റവും വലുത് എൻ്റെ അമ്മ മാതാവിനോടും യേശുവിനോട് കൂടുതലായിട്ട് അടുക്കാനാണ് എനിക്ക് സാധിച്ചത്. അതായത് ഞാനിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും എനിക്കിപ്പോൾ എന്ത് വിഷമം വന്നോട്ടെ, സങ്കടം വന്നോട്ടെ, ഞാൻ ആദ്യം ഓടിച്ചെന്ന് അമ്മ മാതാവിനോട് പറയും, എൻ്റെ യേശുവിനോട് പറയും. എന്നിട്ട് ഞങ്ങൾ ഒരു സംസാരിക്കുന്ന പോലെ നല്ലപോലെ നിന്ന് സംസാരിച്ച്, ഇപ്പം ഞാൻ വാഹനം ഓടിക്കുകയാണെങ്കിൽ തന്നെയും ഈ മാതാവ് കാശുരൂപവും കൊന്തയും ഞാൻ എൻ്റെ ബാഗിലിട്ടിട്ട് മാത്രമേ മാതാവെ സംരക്ഷണയായി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വാഹനം എടുക്കാറുള്ളൂ. അങ്ങനെ എവിടെ പോയാലും ഞാൻ അങ്ങനെ മാതാവിനോട് സംസാരിച്ചു. ഏത് വിഷമം പ്രതിസന്ധിയിൽ പോയാൽ പോലും ഈ ഒരു കാശുരൂപം പിടിച്ച് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാതാവ് ഒന്നിനും എനിക്കൊരു തടസ്സവും വന്നിട്ടില്ല. എപ്പോഴും എൻ്റെ വഴി തുറന്നു തന്നെ അവിടെ കാണിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയാറും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്തു തന്ന എൻ്റെ മാതാവിനോടും എൻ്റെ യേശുവിനോടും 1000 നന്ദി പറയുന്നു.